ഫലത്തിൽ ഭരണകൂടത്തിന് തന്നെയാണ് ഒരാൾ മുസ്ലിം വിശ്വാസിയാണോ അല്ലയോ എന്ന് അന്തിമമായി തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം ഈ കോടതി നൽകിയിരിക്കുന്നത് എന്നത് ഈ വിധിയുടെ ആപൽക്കരമായ സന്ദേശമാണോ അല്ലയോ? ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇതൊരു ഇടക്കാല വിധിയാണ്. പ്രധാനപ്പെട്ട കേസിന്റെ ഫൈനൽ വെർഡിക്റ്റ്, അതായത് അവസാന വിധി, ഇതിന്റെ ഭരണഘടനാ സാധുത കൂടി സുപ്രീം കോടതി പരിഗണിച്ചിട്ട് ഒരു ജഡ്ജ്മെന്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ വിധി വരുന്ന സമയത്ത് വീണ്ടും ഇതിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയിൽ വീണ്ടും വാദത്തിൽ വരും. ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്ന ഈ സ്റ്റേ എന്ന് പറയുന്നത് അതില് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്, താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ്. അതായത് പല സ്റ്റേറ്റുകളിൽ, സംസ്ഥാനങ്ങളിൽ ആന്റി കൺവേർഷൻ ലോ ഉണ്ട്. അതായത് നമ്മൾ മതം മാറുകയാണെങ്കിൽ അത് ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടോ ഫ്രോഡ് വഴിയോ ഒക്കെ ആണെങ്കിൽ അതിനെ നിരോധിച്ചുകൊണ്ടും അതിന് കടുത്ത ശിക്ഷ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോലും പറയുന്നില്ല, നിങ്ങൾ വേറൊരു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ മതത്തിന്റെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന് 5 വർഷം കാത്തിരിക്കണം, അല്ലെങ്കിൽ 1 വർഷം, അങ്ങനെയൊന്നും വ്യവസ്ഥയില്ല. ഇനി ഓണറസ് കണ്ടീഷൻ എന്ന് പറയും. ഇത് എവിടെയാണ് അതിനകത്തൊരു വലിയ പ്രധാന പ്രശ്നമുള്ളത്? ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സിനെ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്ന പോലെയാണ്. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടനയാണ്, അതായത് ഈ ജനാധിപത്യ വിരുദ്ധമല്ലാത്ത, ഭരണഘടനാ വിരുദ്ധമല്ലാത്ത, നിയമവിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്, എന്റെ തീരുമാനമാണ്. അപ്പൊ എനിക്ക് മുസ്ലിം ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് തോന്നുകയാണ്, മാറിയതിനു ശേഷം വീണ്ടും വഖഫ് ചെയ്യണമെങ്കിൽ എനിക്ക് 5 വർഷം കാത്തിരിക്കണം എന്ന് പറയുന്ന കണ്ടീഷന് യാതൊരു മാനദണ്ഡവുമില്ല, അതിന് നിയമത്തിന് യാതൊരു സാധുതയും ഇല്ലാത്ത. അതിലേക്ക് വരാം അടുക്കൽ പക്ഷെ അങ്ങേക്ക് അറിയുന്നത് പോലെ ഈ 5 വർഷത്തിൽ ഒരാൾ വിശ്വാസിയായി ഇല്ല എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നു. ഏതുതരം സംസ്ഥാനങ്ങൾക്ക്? രാജ്യത്ത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും നേരിട്ടും സഖ്യകക്ഷിയായും കേന്ദ്രഭരണത്തിൽ പൂർണ്ണാധികാരത്തോടെയും BJP കൈയാളുമ്പോൾ അതിൽ തന്നെ വലിയൊരു സംഖ്യ സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഈ ഭേദഗതിയെ അനുകൂലിച്ച് കക്ഷി ചേർന്ന സാഹചര്യത്തിലും ഈ സംസ്ഥാനങ്ങൾക്ക് അധികാരം കിട്ടുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? സുപ്രീം കോടതി ഇന്ന് ഇടക്കാല വിധിയിൽ ഈ പ്രൊവിഷൻ സ്റ്റേ ചെയ്തു. അതിൽ ഒരു കാരണമായിട്ട് പറഞ്ഞത്, ഈ ആരാണ് മുസ്ലിം, 5 വർഷമായിട്ട് മുസ്ലിം ആണോ എന്ന് തീരുമാനിക്കാൻ പോലും ഒരു വ്യവസ്ഥയില്ല, അതിനൊരു മെക്കാനിസം ഇവിടെ ഇല്ല. അതുപോലും ഇല്ലാതെയാണ് പറയുന്നത് നിങ്ങൾ 5 വർഷമായിട്ട് മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇപ്പോൾ അതൊരു വ്യവസ്ഥ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ. പക്ഷേ ശ്രീ പ്രശാന്ത് പത്മനാഭൻ, അത്ര നിഷ്കളങ്കമല്ല, അത്ര നിഷ്കളങ്കമല്ല. അത്ര നിഷ്കളങ്കമല്ല അത്. കാരണം അങ്ങ് പറയുകയുണ്ടായല്ലോ, ഈ പറയുന്ന ഇടക്കാല ഉത്തരവാണ്, ഇനി അത് വരട്ടെ എന്നൊക്കെ. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടി പവിത്രം എന്ന വാക്ക് ഉപയോഗിച്ചത് അങ്ങയെ ഓർമ്മിപ്പിച്ചത്. കാരണം വിശ്വാസിയായിരിക്കുക, പിന്നെ വഖഫ് ചെയ്യുക, ഇതൊക്കെ പവിത്രമായ പ്രവൃത്തികളാണ്. എന്നാൽ അങ്ങനെയല്ല ഈ വിശ്വാസി ഈ കോടതി കാണുന്നത്.